എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ആരോ ഒരാള് അവനാണെങ്കിൽ ടെററായിട്ട് അങ്ങനെ നടന്നു പോവാണ്. അവന്റെ കയ്യില് ലൂഫിയുടെ ആ ബൗണ്ടി നോട്ടീസ് അതുകൊണ്ട് അവൻ അതിൽ നോക്കി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പുറപുറത്ത് കൈയൊക്കെ നീട്ടി മുൻപിലേക്ക് നടന്നു പോകും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് സോൾജിയേഴ്സിന്റെ കണ്ണിൽ പെടാതെ ഇവിടം വരെ എത്തിയത്. അവരാണെങ്കിൽ ആ മറി ജോയ്സിന്റെ ജോഗ്രഫിയും അതിന്റെ ഡയഗ്രാം ഒക്കെ വരച്ചു വെച്ച് ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്യും. ലാസ്റ്റിന്റെ സ്ട്രക്ചർ അതൊന്നായിട്ട് അവരങ്ങനെ വെരിഫൈ ചെയ്യും. എല്ലാം അവർക്ക് അനുകൂലമാണ്. പക്ഷേ ആ 7 വാർലോഡ്സും ഒരുപാട് നേവി ഒഫീഷ്യൽസും ഇപ്പൊ റെവറി മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയത്. ആബോ ആണെങ്കിൽ അടിച്ചു പറയും, തീർച്ചയായിട്ടും ആ കോമയെ അവൻ ഞാൻ രക്ഷിക്കും. എനിക്കൊരു കാരണവശാലും അവന്റെ ഈ അവസ്ഥയിൽ അവനെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല. അത് കേട്ട് അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനോട് പറയും, ആ ഒരു വലിയ ഫൈറ്റില് കോമയാണ് ആക്ച്വലി ലൂഫിയെയും ഫ്രണ്ട്സിനെയും അവരെ രക്ഷിച്ചത്. കോമയ്ക്കാണെങ്കിൽ ലൂഫിയാൻ ടീമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നേവിക്കാര് അവരെ വീണ്ടും ഫോളോ ചെയ്തു പോവാതിരിക്കാനായിട്ട് ഓരോരുത്തരെയും ഓരോരോ ഐലാൻഡിലേക്ക് അവൻ ബുദ്ധിപരമായിട്ട് അടിച്ച് തെറിപ്പിച്ച് വിട്ടത്. മാത്രമല്ല അവിടെ വെച്ച് ലൂഫിക്ക് അവന്റെ ചേട്ടൻ എയ്സിനെ നഷ്ടമായി. പിന്നീട് 2 വർഷം നീണ്ട 2 വർഷത്തിനൊടുവിലാണ് ലൂഫിയും അവന്റെ ഫ്രണ്ട്സും എല്ലാവരും നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് സ്ട്രോങ് ആയി മാറി തിരികെ എത്തിയത്. തങ്ങൾക്ക് പവർ ഇല്ലാത്തതുകൊണ്ടാണ് എയ്സിനെ നഷ്ടപ്പെട്ടതെന്നുള്ള ബോധം അതാണ് ലൂഫിയൻ ടീമിനെ ഇത്രയും പവർഫുൾ ആക്കി മാറ്റിയത്. അവരിരിക്കുന്ന അതേ ഐലാൻഡിൽ തന്നെ അവര് സ്ട്രോങ് ആയി പ്രാക്ടീസ് ഒക്കെ എടുത്ത് അവരെ തന്നെ ബിൽഡ് ചെയ്യണം എന്ന് ലൂഫി എല്ലാവരെയും അറിയിച്ചു. അതിനെ തുടർന്നാണ് അവരിപ്പോ ഈ ലെവലിലേക്ക് മാറിയത്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച സാബോ അവനാണെങ്കിൽ ഇപ്പൊ കോമയുടെ അവസ്ഥ കണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്റെ ബ്രദറിനെയും അവന്റെ ടീംമേറ്റ്സിനെയും രക്ഷിച്ചവനാണ് കോമ. എനിക്ക് അവനോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. സോ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എനിക്കെതിരായിട്ട് തിരിഞ്ഞാലും കോമയെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. അതാണ് ഇപ്പോഴത്തെ എന്റെ മെയിൻ ഉത്തരവാദിത്വം. പക്ഷെ സാബോയ്ക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം അത് മറ്റൊന്നാണ്. ഇത്രയും പവറൊക്കെയുള്ള കോമ അവൻ എന്തുകൊണ്ടാണ് സെലസ്റ്റിയൽ ഡ്രാഗണെയും അവനെ അടിമയാക്കി വെച്ചവരെ എല്ലാവരെയും അടിച്ചു തെറിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാത്തത് എന്നാണ്. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം കൂമയാണെന്ന് പറഞ്ഞ് സാബോ കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനാണെങ്കിൽ അവന്റെ വിഷമമൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ സന്തോഷത്തിൽ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള അവന്റെ ആ ബൗണ്ടി നോട്ടീസ് ഉണ്ട്. അതിൽ 1.5 ബില്യൺ എന്ന അവന്റെ ബൗണ്ടി സ്കോർ കാണുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം. ക്യാരറ്റ് ആണെങ്കിൽ അവനെ നോക്കി കളിയാക്കും. 150 മില്യൺ എന്ന് കരുതി നീ ഇത്രയും നേരവും പൊട്ടിക്കരയായിരുന്നില്ലേ ചോദിച്ച് അവനെ കളിയാക്കും. ലൂഫി ആണെങ്കിൽ കണ്ണിമ ചിമ്മാതെ അതിലേക്ക് തന്നെ നോക്കും. 3 മടങ്ങായിട്ടാണ് അവന്റെ ബൗണ്ടി ഇപ്പൊ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ഓരോ ഭാഗത്തിരിക്കുന്ന അതേ സമയം ഇപ്പൊ ന്യൂസ് പേപ്പർ ബേർഡ് ആണെങ്കിൽ ചൂടുള്ള വാർത്തയുമായിട്ട് കപ്പലിലേക്ക് വരും. നമ്മുടെ ആൾക്കാർ ന്യൂസ് പേപ്പർ വായിക്കും. അതില് ആ വേൾഡ് റെവറി മീറ്റിങ്ങിനെ കുറിച്ചുള്ള ന്യൂസ് അത് നമ്മുടെ ആൾക്കാർ വായിക്കുകയാണ്. ആക്ച്വലി ഈ ലോകത്ത് റെഡ് ലൈൻ, ഗ്രാൻഡ് ലൈൻ എന്നിങ്ങനെ പ്രധാനപ്പെട്ട 2 ഏരിയ ആണ്. അതില് ഗ്രാൻഡ് ലൈൻ ആണ് ഏറ്റവും ഡേഞ്ചർ. അതിലൂടെയാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ട്രാവൽ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഗവൺമെന്റ് ആണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഓർഗനൈസേഷൻ. 176 ഐലാൻഡുകളും രാജ്യങ്ങളും എല്ലാം തന്നെ വേൾഡ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 50 രാജ്യത്തിൽ നിന്നെങ്കിലും കിങ്ങും ക്വീൻസും എല്ലാം തന്നെ 4 വർഷത്തിലൊരിക്കൽ ഈ മീറ്റിങ്ങിനായി ഇവിടേക്ക് എത്തും. അതിനുശേഷം ദിവസങ്ങൾ നീണ്ട ആ മീറ്റിംഗ് അതങ്ങനെ ആരംഭിക്കും. ആ ഒരു മീറ്റിംഗിൽ കിങ്ങും ക്വീൻസും അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്ത് അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ആ ഒരു റെവറി മീറ്റിംഗ് കാണിക്കും. മീറ്റിംഗിലാണെങ്കിൽ ഈ ഡ്രാക്കുള പല്ലന് അവന്റെ ഐലാൻഡിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൈററ്റ് ടീമിനെ കുറിച്ച് അവൻ കംപ്ലൈന്റ് ചെയ്യുക. ആ കംപ്ലൈന്റ് അക്കൈനോട് ടേബിളിലേക്ക് എത്തേണ്ട താമസം മണിക്കൂറുകൾ കൊണ്ട് ആ പൈററ്റ് ടീമിനെ കണ്ടെത്തി അവരെ ഇമ്പിൾ ടൗണിലേക്ക് അയക്കും. അതിനുശേഷം അവരെല്ലാവരും ഒറ്റ സ്വരത്തില് ഇപ്പോ സ്ട്രോഹാറ്റ് ലൂഫിയെ കുറിച്ചായിരിക്കും പറയുക. ആ സ്ട്രോഹാറ്റ് ലൂഫി അവൻ ഒരുപാട് ഐലാൻഡുകളിലേക്ക് പോയി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഐലാൻഡുകളിൽ അവൻ ഫൈറ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് പേരെ തകർത്തില്ലാതാക്കാൻ ശ്രമിച്ചു. മാത്രമല്ല ഒരുപാട് അസറ്റ്സ് ഒക്കെ അവനും അവന്റെ ആൾക്കാരും എല്ലാവരും ചേർന്ന് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ സ്ട്രോഹാറ്റിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യും. അതിനുശേഷം അതിൽ ഒരാളാണെങ്കിൽ ലൂഫി ഇപ്പോ കൈഡോയുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വാനോ കിങ്ഡം അവിടേക്കാണ് അവന്റെ അടുത്ത യാത്ര എന്ന് പറയും. ആക്ച്വലി ആ വാനോ കിങ്ഡവും വേൾഡ് ഗവൺമെന്റുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നുമില്ല. ഗവൺമെന്റ് ആൾക്കാർ അതിൽ ഇടപെടണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരുപാട് പണമൊക്കെ കൊടുത്ത് ഗവൺമെന്റ് ആൾക്കാരെ ഹയർ ചെയ്യണം. ഇത്തരത്തിൽ ലൂഫി ഒരുപാട് പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും സംസാര വിഷയം ലൂഫിയെ കുറിച്ച് തന്നെയാണ്.
അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ അവരുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുക ഈ ഒരു തൊപ്പിക്കാരനെയാണ്. അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് അവരെല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ ചിലർക്കാണെങ്കിൽ അതിൽ വിശ്വാസമില്ല. ഇനിയുള്ള 7 ദിവസം, ആ 7 ദിവസം വളരെ നിർണായകമാണ്. എല്ലാവരുടെയും പ്രോബ്ലംസും ഇഷ്യൂസും അതൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് എത്രയും വേഗം അതെല്ലാം സോൾവ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പും സഹായവും ഒക്കെ കൊടുക്കണം. അങ്ങനെ മീറ്റിംഗ് ആണെങ്കിൽ വേറെ ലെവലിലേക്ക് മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്ത ആ 5 എൽഡേഴ്സ് അവരാണെങ്കിൽ ഇവിടെ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വിവരം അറിഞ്ഞ് അങ്ങനെ നടന്നു വരികയാണ്. ആക്ച്വലി 5 എൽഡേഴ്സിനോട് അലപ്പസ്റ്റയിലെ കിങ്ങിന് തനിയെ എന്തോ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അവരോട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ കേൾക്കണമെന്ന് പറയും. അതുപോലെ തന്നെ കോബ്ര കിങ് ആൾക്കും ചില കംപ്ലൈൻസ് ഉണ്ട്, അതും നമ്മൾ കേട്ട് പരിഹാരം ചെയ്തു കൊടുക്കണം. അതിനുശേഷം ബിഗ് മോമിന്റെയും കൈഡോയുടെ ഇഷ്യൂ അതിനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പൊ ഇഷ്യൂസ് ഒക്കെ കൂടിക്കൂടി വരികയാണ്. എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിന്റെ പോക്കെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അപകടങ്ങൾ ക്രിയേറ്റ് ചെയ്യും. സോ എത്രയും വേഗം ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്തേ പറ്റൂ. അതല്ല എങ്കിൽ നമുക്ക് വലിയ തലവേദനയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ പാൻഡിയ കാസ്റ്റലില് ചേംബർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം കാണിക്കും. ആ കോട്ടയ്ക്കകത്താണെങ്കിൽ ഒരുപാട് ചെടികളും പച്ചപ്പുകളും മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കറുപ്പ് രൂപത്തെ ഇമു എന്നാണ് വിളിക്കുക. അടുത്ത നിമിഷം ആരോ ഒരാള് ഇപ്പോൾ ആളുടെ അടുത്തേക്ക് വരും. നിങ്ങളെ കാണാൻ ആ 5 എൽഡേഴ്സ് അവരെത്തിയെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ആ കറുത്ത രൂപമാണെങ്കിൽ ലൂഫിയുടെയും വൈറ്റ് ബിയർഡിന്റെ ഒക്കെ ഫോട്ടോ കയറി എറിഞ്ഞ് അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് ശരഘോഷിയുടെ ഫോട്ടോയിൽ കത്തി കുത്തി വെച്ചിരിക്കുകയാണ്. വിവിയുടെ ഫോട്ടോ ആളുടെ കയ്യിൽ കുത്തി ഇറക്കിയിരിക്കുകയാണ്. ആളുടെ കയ്യിൽ അങ്ങനെ കുത്തി ഇറക്കിയിരിക്കുകയാണ്. ആ കറുത്ത രൂപം ഇമു അവനങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു മിഡിൽ ത്രോണിൽ പോയിട്ട് ഇരിക്കുകയാണ്. എംടി ത്രോണിൽ അവൻ ഇരിക്കേണ്ട താമസം ആ 5 എൽഡേഴ്സ് അവരവിടേക്ക് വന്ന് ഇപ്പൊ ആളുടെ മുൻപിൽ കുമ്പിട്ട് താണു വണങ്ങി നിൽക്കും. ആക്ച്വലി ഈ 5 എൽഡേഴ്സിന്റെയും എൽഡർ അല്ലെങ്കിൽ അവരെ തന്നെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഈ കറുത്ത രൂപം. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവന്റെ ടെററായിട്ടുള്ള ആ ചുവന്ന കണ്ണുകൾ അത് കാണിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.